വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ്. ട്രേഡർ, ഓപ്ഷൻ ട്രേഡർ. 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 500 വി ടച്ച്ഡ് 500 സബ്സ്ക്രൈബേഴ്സ്. സോ താങ്ക്സ് അ ലോട്ട്. ഹൃദയം നിറഞ്ഞ നന്ദികളിവിടെ അറിയിക്കുകയാണ്. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, എല്ലാ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ ഒരു നന്ദി ഇവിടെ പ്രകടിപ്പിക്കുകയാണ്, അറിയിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ്, ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസറല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 25-ാം തീയതി ഏപ്രിൽ മാസം 2024 രാവിലെ 6:50 ആയിട്ടുണ്ട്. സോ നമ്മൾ ഇന്നലെ 500 സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് ഈ ഒരു കാര്യം ഇനി ശ്രദ്ധിക്കുക. ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. പ്രീവിയസ് ഡേ ക്ലോസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇന്നലത്തെ ക്ലോസ്, അതിന് PDC എന്ന് പറയും, പ്രീവിയസ് ഡേ ക്ലോസ്. നമ്മുടെ ടെലഗ്രാമിൽ PDC എന്ന് ഇടാറുണ്ട്. സോ പ്രീവിയസ് ഡേ ക്ലോസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പം നിങ്ങൾ ഇന്നു മുതൽ ശ്രദ്ധിച്ചു തുടങ്ങുക. ഏതൊക്കെ ദിവസം, അതായത് 85 മുതൽ 90%, 85 to 90% നമുക്ക് PDC സ്ട്രോങ് ആണ്. അതായത് PDC സപ്പോർട്ടായിട്ടും വർക്ക് ചെയ്യും, ഒരു റെസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യും. എവിടെ എങ്ങനെ ഓപ്പൺ ചെയ്താൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് ഇന്നു മുതൽ ശ്രദ്ധിച്ച് നോക്കുക. രണ്ടാമത്, 500 സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് ഒരു കാര്യം കൂടെ നമ്മളിവിടെ അറിയിക്കുകയാണ്. ഓപ്ഷൻ ബയറിന് എപ്പോഴും റേഞ്ച് വലുതായിട്ട് കിട്ടണം. എപ്പോഴും റേഞ്ച് വലുതായിട്ട് കിട്ടിയാൽ മാത്രമേ ഓപ്ഷൻ ബയറിന് ഗുണമുള്ളൂ. റേഞ്ച് ചെറുതാണെങ്കിൽ നമുക്ക് വലിയ ഗുണമില്ല. ഈ റേഞ്ച് നമ്മൾ കുറേ ദിവസം കൊണ്ട്, എനിക്ക് തോന്നുന്നു ഈ ചാനൽ തുടങ്ങിയ ദിവസം കൊണ്ട് റേഞ്ചിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ റേഞ്ച് ബേസ് ചെയ്താണ് ഓപ്ഷൻ സെല്ലേഴ്സ് കളിക്കുന്നത്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് നമ്മൾ റേഞ്ച് നോക്കുന്നതിനുള്ളത് ആദ്യം മനസ്സിലാക്കണം. റേഞ്ച് നമ്മൾ നോക്കുന്നതിന് കാരണം ഓപ്ഷൻ സെല്ലേഴ്സ് കളിക്കുന്നത് ഈ റേഞ്ച് ബേസ് ചെയ്താണ്. അപ്പോൾ റേഞ്ച് ചെറുതാവുമ്പം അവർക്ക് സുഖമാണ്. അതും എസ്പെഷ്യലി ഇന്നലെയൊക്കെയാണെങ്കിൽ റേഞ്ച് വളരെ ചെറുതായിരുന്നു. ആ റേഞ്ചിനകത്ത് അവർ കൊണ്ടങ്ങ് നിർത്തി എക്സ്പയറി ഡേയിലൊക്കെ. അപ്പോൾ എക്സ്പയറി ഡേയൊക്കെ നമുക്ക് ഒന്നീ എന്താ പറയുക, ഭയങ്കര വിലയായിരിക്കണം, ഹൈ പ്രീമിയം ആയിരിക്കണം. എക്സ്പയറി ദിവസം വളരെ കുറഞ്ഞ പ്രീമിയം, 300-ന് താഴെ, ബാങ്ക് നിഫ്റ്റിയൊക്കെ ഓപ്ഷൻ 300-ന് താഴെ പ്രീമിയമൊക്കെ ഉണ്ടെങ്കിൽ വളരെ റേഞ്ച് കുറവായിരിക്കും. ഇങ്ങനത്തെ ക്ലൂ ഒക്കെ തരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ലിസൺ ചെയ്തിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് എക്സ്പയറി ദിവസം ഒന്നീ പ്രീമിയം വലുതായിരിക്കണം, 300 കൂടുതലായിരിക്കണം. 300-ന് താഴെയാണ് എന്നുണ്ടെങ്കിൽ റേഞ്ച് ചെറുതാകും എന്നുള്ളത് ഇന്നലെ അതിനൊരു എന്താ പറയുക, ഇന്നലെ അതിനൊരു ഉദാഹരണമാണ്, എക്സാമ്പിളാണ് ഇന്നലത്തെ ദിവസം. ഇന്ന് 200-ന് താഴെയായിരുന്നു പ്രീമിയം എല്ലാം, അതായത് അഡ്ഡമണിയുടെ പ്രീമിയം. അതും കൂടെ നോട്ട് ചെയ്തോളൂ. ഓക്കെ, ഇതൊക്കെ 500 സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഒരു ഫ്രീ ആയിട്ട്, നോർമലി ഇതൊക്കെ നിറച്ച ആൾക്കാർ പെയ്ഡിലൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. 20,000, 50,000, 1 ലക്ഷമൊക്കെ വാങ്ങിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ പെയ്ഡിൽ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി ഒരിക്കൽ കൂടെ. ഇന്ന് എങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റി വർക്ക് ചെയ്യുക എന്താണെന്നുള്ളത് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. സോ പ്രോമിനൻറ്റ് പോയിൻ്റ് ഓഫ് കൺട്രോളാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഓപ്പണിംഗ് ഇന്നല്ലേ നമ്മൾ ടെലഗ്രാമിൽ ഇട്ടിരുന്നു. കാരണം ഒന്നും നമ്മൾ ബയാസ്ഡ് ആകാൻ പാടില്ല. കാരണം ഇതിനകത്ത് നിറച്ച ആൾക്കാർ ഈ യൂട്യൂബ് വീഡിയോ കാണും. യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അത് മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കും. നാളെ മാർക്കറ്റ് വീഴും, അല്ലെങ്കിൽ നാളെ മാർക്കറ്റ് കയറും, ഗ്യാപ്പ് അപ്പ് ആവും. ഇങ്ങനെ മൈൻഡിൽ ബയാസ്ഡ് ആയിട്ട് എവിടെ ഓപ്പൺ ചെയ്താലും വീഴും, എവിടെ ഓപ്പൺ ചെയ്താലും മുകളിലോട്ട് പോകും എന്നുള്ള ബയാസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് ഫിക്സ് ചെയ്ത് വയ്ക്കരുത്. അതിനൊരു ഉദാഹരണം ഇന്നലെ നടന്നു ടെലഗ്രാം ചാനലിലും നമ്മൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആവുന്നുണ്ട്, എങ്കിലും ഇതൊക്കെ നല്ല ഇൻഫർമേഷൻസാണ്, നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. ഇന്നലെ ടെലഗ്രാം ചാനലിൽ നമ്മൾ രാവിലെ ഇട്ടിരുന്നു, ഞാൻ ഡൗൺ സൈഡാണ് നോക്കുന്നതെന്ന് പ്രീ മാർക്കറ്റ് ഓപ്പണിന് മുന്നേ ഇട്ടിരുന്നു. പക്ഷേ മാർക്കറ്റ് ഓപ്പണായി ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പം അപ്സൈഡ് ഒരു CE കോൾ അവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. 48,000-ൻ്റെ ഒരു CE കോള് 145 രൂപയ്ക്ക് മുകളിൽ നോക്കുന്നുണ്ട്, വാച്ചിങ് എന്ന് പറഞ്ഞ് ഇട്ടിരുന്നു. അത് 245 വരയ്ക്കും പോയി. സോ ഈ ചെറിയ റേഞ്ചിലും ഒരു 100 പോയിൻറ്റിൻ്റെ ഒരു അപ്പ് മൂവ് നമുക്ക് ഇന്നലെ കിട്ടി. അത് നമ്മൾ പെട്ടെന്ന് ആലോചിക്കാൻ കാരണം അത്രയ്ക്കും നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ബേസ് ചെയ്തിട്ടും ടൈം പ്രൈസ് ഓപ്പർച്യൂണിറ്റി, ഇതാണ് ഞാൻ വീണ്ടും പറയുന്നത്, ടൈം പ്രൈസ് ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് ഒന്നും ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നടക്കില്ല.
അതുകൊണ്ട് തന്നെ അന്ന് രാവിലെ എവിടെ ഓപ്പൺ ആകുന്നു, എങ്ങനെയാണ് ആ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്, ആ സമയം എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്, അതിനനുസരിച്ച് മൈൻഡിനെ ട്യൂൺ ചെയ്ത് നിങ്ങൾ മാറ്റുക. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇന്നത്തെ കാര്യം ഇന്ന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48,350 ഒരു സിംഗിൾ പ്രിൻ്റ് ഉണ്ട്. എ പീരീഡിൻ്റെ ഒരു വലിയൊരു സിംഗിൾ പ്രിൻ്റ് ഉണ്ട്. 48,350, 300, 250, 250, 300, 350 ഇവിടെയൊക്കെ ഒരു 350ൻ്റെ അവിടെയൊക്കെ ഒരു സിംഗിൾ പ്രിൻ്റ് ഉണ്ട് എ പീരീഡിൻ്റെ അവിടെ. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു റിജക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ ഒരു പഴയ PPOC ക്ലിയർ ചെയ്യാനുണ്ട്. 48,650 ഒരു ടാർഗറ്റ് നമുക്ക് നോക്കാം. 48,750 പഴയ ഒരു PPC നമുക്ക് അവിടെ ക്ലിയർ ചെയ്യാനായിട്ടുണ്ട് മുകളിലോട്ട്. ഇതൊരു വ്യൂ ആണ്. അതല്ല, ഇന്നലത്തെ ക്ലോസിൻ്റെ താഴെ തന്നെയാണ് ഓപ്പൺ ആകുന്നു എന്നുണ്ടെങ്കിൽ, ഒരു ഫ്ലാറ്റ് ഓപ്പൺ താഴെ തന്നെ ഓപ്പൺ ആകുന്നു എന്നുണ്ടെങ്കിൽ 350 അവിടെ റിജക്ഷനോ മറ്റോ കിട്ടിയാൽ, 300, 350 അവിടെ റിജക്ഷനോ മറ്റോ കിട്ടിയാൽ നമുക്ക് താഴോട്ടൊരു 47,900 ആദ്യത്തെ ടാർഗറ്റും 47,850, 750 താഴോട്ടുള്ള ടാർഗറ്റും നമുക്ക് നോക്കാം. ഇന്നൊരു 350, 400, 450 ഈ ഒരു റേഞ്ച് ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ റേഞ്ച് ഇതാണ്. ഒരു 450 അടുപ്പിച്ച് 450, 500 അടുപ്പിച്ചുള്ള റേഞ്ച് നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ഇന്ന് ആസ് പെർ ദ കാൽക്കുലേഷൻ. സോ അത് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ എങ്ങനെയാണ് ഓപ്പൺ ആവുന്നത്, എവിടെയാണ് ഓപ്പൺ ആകുന്നത്, അത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ട് ഉണ്ട്. അത് നോക്കുക. അതിന് വെച്ച് നിങ്ങൾ ട്രേഡ് സെറ്റപ്പുകൾ നോക്കുക. താഴെ നമുക്ക് 47,750 ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് താഴോട്ട് നോക്കാം, മുകളിലോട്ട് നോക്കാം. അത് എങ്ങനെയാണ് ഓപ്പൺ ആകുന്നു എന്നുണ്ടെങ്കിൽ 350 താഴെ നിൽക്കുന്നിടത്തോളം കാലം, 48, 350, 200 താഴെ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് താഴോട്ടുള്ള ടാർഗറ്റ് തന്നെ നമുക്ക് നോക്കാം. 47,750 താഴോട്ടുള്ള ടാർഗറ്റ് തന്നെ നോക്കാം. അത് നോക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഇനിയും കുറച്ചുകൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് ഇതേപോലെ നല്ല നല്ല ഇൻഫർമേഷൻ നിങ്ങൾക്ക് പകർന്നു തരാൻ പറ്റും. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.